മനുഷ്യർ ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടത്തുന്ന മേഖലകളിൽ ഒന്നാണ് മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്നും മരണം മുൻകൂട്ടി അറിയാൻ സാധിക്കുമോ എന്നുമെല്ലാം ശാസ്ത്രലോകവും സാധാരണ മനുഷ്യരും ഉത്തരം കിട്ടാതെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഈ മേഖലയിൽ ഒരു നിർണായക പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. മരണത്തിന് തൊട്ടു മുൻപ് അത് മനുഷ്യർക്ക് തിരിച്ചറിയാനാകുമെന്ന സൂചനയാണ് പഠന റിപ്പോർട്ടിൽ പറയുന്നത്. മരണാസന്ന സമയത്തും മരണസമയത്തും മനുഷ്യ മസ്തിഷ്കത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് പുതിയ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ജീവിതത്തിലുണ്ടായ സുപ്രധാന സംഭവങ്ങൾ മരണത്തിന് തൊട്ടു മുൻപ് മനുഷ്യരുടെ ഓർമ്മയിൽ മിന്നിമറയുമെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ദ ഫ്രോണ്ടിയേഴ്സ് ഇൻ ഏജിംഗ് ന്യൂറോ സയൻസ് ജേണലിലാണ് ഇത് സംബന്ധിച്ച പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എൻഹാൻസ്ഡ് ഇന്റർപ്ലേ ഓഫ് ന്യൂറോണൽ കൊഹറൻസ് ആൻഡ് കപ്ലിംഗ് ഇൻ ദ ഡൈയിങ് ഹ്യൂമൻ ബ്രെയിൻ എന്ന തലക്കെട്ടോടെയാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 2022 പഠനഫലം മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ചത്. ഈ പഠനഫലത്തിന്റെ പുനരവലോകനം നടന്നതിലൂടെയാണ് വിഷയം വീണ്ടും സജീവ ചർച്ചയായത്. മനുഷ്യ ജീവിതത്തിന് ഉപരിയായുള്ള വസ്തുതകളെക്കുറിച്ച് കൂടുതൽ ധാരണ പകരാൻ പുതിയ പഠനത്തിന് സാധ്യമായെന്നാണ് ഗവേഷകർ പറയുന്നത്. മരണാസന്ന വേളയിൽ ജീവിതത്തിലുണ്ടായ സുപ്രധാന സംഭവങ്ങൾ ഓർമ്മയിൽ മിന്നിമറയുമെന്നും മരിക്കുന്നതിന് തൊട്ടു മുൻപ് ജീവിതത്തിൽ കടന്നുപോയ പ്രധാന നിമിഷങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കൺമുന്നിൽ തെളിയുമെന്നാണ് പഠനം പറയുന്നത്. തലച്ചോറിൽ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ജീവിതത്തിലെ പ്രധാന സന്ദർഭങ്ങളെ ഓർത്തെടുക്കാൻ മനുഷ്യ മസ്തിഷ്കം ശ്രമിക്കും. മരണത്തിന്റെ വക്കത്ത് നിന്ന് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയവരുടെ അനുഭവങ്ങൾക്ക് സമാനമാണിതെന്ന് പഠനത്തിൽ പങ്കാളിയായ ഡോക്ടർ അജ്മാൻ സെമ്മാർ പറയുന്നുണ്ട്. അപസ്മാര ചികിത്സയ്ക്കിടെ ഹൃദയസ്പന്ദനമുണ്ടായ 87കാരന്റെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താൻ സാധിച്ചതാണ് പഠനത്തിൽ കൂടുതൽ സഹായകമായത്. രോഗിയുടെ മരണസമയത്ത് ഏകദേശം 900 സെക്കൻഡ് നേരത്തെ മസ്തിഷ്ക പ്രവർത്തനം രേഖപ്പെടുത്തുകയും ഹൃദയം നിലയ്ക്കുന്നതിന് 30 സെക്കൻഡ് മുൻപും പിൻപും തലച്ചോറിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് ഗവേഷകർക്ക് ഇത്തരത്തിൽ രേഖപ്പെടുത്തുകയും പഠനവിധേയമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മരണസമയത്ത് നാഡീസ്പന്ദനങ്ങളിൽ അതായത് ഗാമ, ഡെൽറ്റ, തീറ്റ, ആൽഫ, ബീറ്റ സ്പന്ദനങ്ങളിൽ മാറ്റങ്ങൾ കാണപ്പെടുകയും ചെയ്തു. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ തലച്ചോറിൽ ക്രമാനുഗതമായി ഉണ്ടാകുന്ന വൈദ്യുത സ്പന്ദനങ്ങളാണിവ. ഓർമ്മശക്തി ഉൾപ്പെടെയുള്ള പ്രധാന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഗാമ സ്പന്ദനങ്ങളാണ് മരണാസന്ന സമയത്ത് കൂടുതലായി രേഖപ്പെടുത്തിയിട്ടുള്ളത്.